ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നതാണല്ലോ ഏതൊരു രോഗിയും ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഏതൊരു ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെയും രോഗിയോടുള്ള പ്രാഥമികവും പ്രധാനവുമായ കടമയും ഇതുതന്നെയാണ്. എന്നാൽ ഇതിനുമപ്പുറം ധാർമ്മികമായും നിയമപരമായുമുള്ള ഒരു കടമ ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും രോഗിക്ക് ലഭിക്കേണ്ടതായുണ്ട്. രോഗിയുടെ സ്വയംഭരണം മാനിക്കണം എന്നതാണ് ആ കടമ. ആ കടമയിൽ നിന്നും ഉരുത്തിരിയുന്ന രോഗിയുടെ അവകാശങ്ങളാണ് ഇവിടെ ഇന്നത്തെ വിഷയം. ഈ അവകാശങ്ങളിൽ ആദ്യത്തേത് എന്തുതരം ചികിത്സ എടുക്കണമെന്നത് രോഗിയുടെ മാത്രം വിവേചന അവകാശമാണ് എന്നതാണ്. ഉദാഹരണത്തിന്, ഹെർണിയ എന്ന അസുഖത്തിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വേണോ അതോ തുറന്ന ശസ്ത്രക്രിയ വേണോ എന്നത് രോഗിയുടെ തീരുമാനമാണ്. ഇവിടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിന് രോഗിക്ക് ശാരീരിക പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലെന്ന് ഡോക്ടർ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ അവകാശം രോഗി വിനിയോഗിക്കുന്നത്. അതായത് ശാസ്ത്രപരമായ അറിവ് ഒരു ഡോക്ടർ പകർന്നു നൽകിയ ശേഷമേ ആ തീരുമാനത്തിലെത്താൻ രോഗിക്ക് കഴിയുകയുള്ളൂ. ചികിത്സ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ രണ്ടാമത്തേത്, നമ്മുടെ ദേഹത്ത് ആര് സ്പർശിക്കണം, ആരുടെ കൺമുമ്പിൽ വസ്ത്രമഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് മാത്രം സ്വാതന്ത്ര്യം ഉള്ളതുപോലെയാണ് ആര് നമ്മുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യണം എന്നുള്ളതും. അതായത് ഏതു ശസ്ത്രക്രിയാ വിദഗ്ധനാണ് തൻ്റെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം രോഗിക്ക് മാത്രമാണ്. അവകാശങ്ങളിൽ മൂന്നാമത്തേത്, ചികിത്സ എടുത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനന്തരഫലത്തെ വിലയിരുത്താനുള്ള അവകാശമാണ്. ഉദാഹരണത്തിന്, കാലിലെ ഒരു മുഴ നീക്കം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണെന്ന് കരുതുക. ഈ ശസ്ത്രക്രിയ കൊണ്ടുണ്ടാകാവുന്ന അനന്തരഫലങ്ങളായ നടക്കാനുള്ള ശേഷിയില്ലായ്മ, പ്രധാന രക്തക്കുഴലുകൾ മുറിക്കേണ്ടി വന്നാൽ കാലിൻ്റെ ശേഷിക്കുന്ന ഭാഗം നഷ്ടപ്പെടാവുന്ന അവസ്ഥ തുടങ്ങിയവയെക്കുറിച്ചുള്ള ശാസ്ത്രപരമായ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ നാലാമത്തേത്, എനിക്ക് ചികിത്സ വേണ്ട എന്ന രോഗിയുടെ സ്വയം നിഷേധമാണ്. ഇങ്ങനെയുള്ള ഒരു നിഷേധം തെറ്റായ ഒന്നാണെന്ന് ശസ്ത്രക്രിയാ വിദഗ്ധന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ആ ബോധ്യം രോഗിയെ വേണ്ട വിധത്തിൽ അറിയിച്ച ശേഷവും രോഗി ചികിത്സാ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ തീരുമാനം സർവാത്മന അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇവിടെ രോഗിയുടെ ഉടയവർക്കും ഉറ്റവർക്കു പോലും ആ തീരുമാനം അംഗീകരിക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ചികിത്സാ നിഷേധത്തെ തുടർന്ന് പ്രസ്തുത രോഗി അബോധാവസ്ഥയിലോ മാനസിക വിഭ്രാന്തിയിലോ എത്തിപ്പെട്ടാൽ പോലും ആ മുൻ തീരുമാനം തിരുത്താൻ ഉടയവർക്കോ ഉറ്റവർക്കോ ശസ്ത്രക്രിയാ വിദഗ്ധനോ കഴിയില്ല എന്നതും പ്രസ്തുത രോഗിയുടെ സ്വയം നിർണയ അവകാശമായി നിലനിൽക്കും. അവകാശങ്ങളിൽ അഞ്ചാമത്തേത്, ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിനുള്ള അവകാശമാണ്. മിക്ക രോഗികളും ചില ഇൻഷുറൻസ് കടലാസുകളിലെ സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്ന ലാഘവത്തോടെയാണ് ഇത് ഒപ്പിടുന്നതായി കണ്ടുവരുന്നത്. ഒന്ന് വായിച്ചു നോക്കാൻ പോലും പലരും കൂട്ടാക്കാറില്ല. ഒപ്പിടിവിക്കുന്ന ഡോക്ടറോട് ഒരു സംശയം പോലും മിക്കവരും ചോദിക്കാറുമില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഡോക്ടർ എന്തെങ്കിലും മോശമായി എന്നെക്കുറിച്ച് ചിന്തിച്ചാലോ അല്ലെങ്കിൽ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത് പോലെ ഡോക്ടർക്ക് തോന്നിയാലോ, അതുകൊണ്ട് തന്നെ എൻ്റെ ശസ്ത്രക്രിയ ഡോക്ടർ നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിലോ തുടങ്ങിയ പലവിധത്തിലുള്ള ചിന്തയിലും ആശങ്കയിലും പലപ്പോഴും രോഗികൾ മൗനം പാലിച്ച് ഒപ്പിടാനുള്ള ഭാഗം മാത്രം കണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയാണ് കാണാറുള്ളത്. എന്നാൽ കാര്യങ്ങളും നിയമങ്ങളും അങ്ങനെയല്ല. ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെയെന്ന് അറിയാനുള്ള പരിജ്ഞാനം രോഗിക്കില്ലല്ലോ. മാത്രവുമല്ല, രോഗിയുടെ ജീവിതം തൊഴിലും സംബന്ധിച്ച കാര്യങ്ങളെ ഈ അപകട സാധ്യതയും പാർശ്വഫലങ്ങളും എങ്ങനെ ബാധിക്കും എന്ന് ഡോക്ടർക്കും മുൻ അറിവില്ല. ഉദാഹരണത്തിന്, അധ്യാപികയായ രോഗിക്ക് കഴുത്തിൽ തൈറോയിഡിൻ്റെ ഒരു ചെറിയ മുഴ ഉണ്ടെന്ന് കരുതുക. അതിന് ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടർ വിധിയെഴുതുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ തൻ്റെ ഈ മുഴ ഒരു അഭംഗിയാണെന്നതിനാൽ ശസ്ത്രക്രിയ വേണം എന്ന ആഗ്രഹം രോഗി പ്രകടിപ്പിക്കുന്നു. ഇത്തരം മുഴകൾ രോഗിയുടെ ആഗ്രഹത്തിനനുസരിച്ച് വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാമെന്ന ശാസ്ത്രവിധി ഉപയോഗപ്പെടുത്തി ശസ്ത്രക്രിയാ വിദഗ്ധൻ ശസ്ത്രക്രിയക്ക് തയ്യാറാവുന്നു. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഞരമ്പിന് ശസ്ത്രക്രിയാവേളയിൽ ക്ഷതം വരാനും അതുവഴി ശബ്ദത്തിന് സാരമായ കേടുപാടുകൾ വരാനും സാധ്യതയുണ്ടെന്ന വിവരം ഇവിടെ രോഗിക്ക് അറിയില്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞു പഠിപ്പിക്കേണ്ട ആളാണെന്ന മുൻ വിവരം ഡോക്ടർക്കും ഇല്ല. രണ്ടുപേരും തമ്മിൽ അത്തരത്തിൽ ഒരു വിനിമയം നടന്നെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ ആത്യന്തികമായി വേണോ വേണ്ടേ എന്ന് തീരുമാനം രോഗിക്ക് എടുക്കാൻ കഴിയൂ. ആയതിനാൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി
രോഗിക്ക് ആവശ്യമുള്ള അറിവ് പകർന്നു കിട്ടണം. ശേഷം ഉചിതമായ തീരുമാനമെടുക്കാൻ ഉതകുന്ന വെറും സമ്മതമല്ല, അറിഞ്ഞുള്ള സമ്മതം തന്നെ ആവശ്യമാണ്. ഇതിന് ആദ്യം വേണ്ടത് രോഗിയും ഡോക്ടറും തമ്മിൽ ക്ഷമയോടെ ശാന്തമായ ഒരിടത്തിരുന്ന് സംസാരിക്കുക എന്നതാണ്. രോഗിക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും സംഭാഷണം നടത്താൻ ഡോക്ടറും ബാധ്യസ്ഥനാണ്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിത്തരാൻ ആവശ്യപ്പെടാനും ചിന്തിക്കാൻ മതിയായ സമയം ലഭിക്കാനുമുള്ള അവകാശം രോഗിക്കുണ്ട്. ഇനി ഈ അറിഞ്ഞുള്ള സമ്മതം ഒപ്പിടുന്നതിന് മുമ്പ് ഒരു രോഗി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടതും എന്ന് നോക്കാം. രോഗത്തെക്കുറിച്ചും അതിന് ശസ്ത്രക്രിയയുടെ ആവശ്യകതയെക്കുറിച്ചും രോഗി അറിഞ്ഞിരിക്കണം. ശസ്ത്രക്രിയ അല്ലാതെ വേറെ ഫലപ്രദമായ ചികിത്സയുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരം അറിഞ്ഞ ശേഷം ഇതിലേതാണ് നല്ലതെന്നോ തൻ്റെ ജീവിതത്തിനും തൊഴിലിനും ഏതാണ് പറ്റിയതെന്നോ തീരുമാനം രോഗി എടുക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള ശസ്ത്രക്രിയയാണ് തന്നിൽ ചെയ്യപ്പെടുന്നത് എന്ന് രോഗി അറിയണം. ആ ശസ്ത്രക്രിയ എങ്ങനെയാണ് തൻ്റെ അസുഖത്തെയും അസ്വസ്ഥതകളെയും മാറ്റുന്നതും എന്നും അറിയണം. ഉദാഹരണത്തിന് വയറിൽ 3-4 ചെറിയ സുഷിരങ്ങളിലൂടെ കുഴലുകൾ കടത്തിയാണ് പിത്തസഞ്ചി നീക്കം ചെയ്യുന്നത് എന്ന അറിവ് രോഗിക്ക് വേണം. ഈ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തൻ്റെ വയറിലെ വേദന മാറുമോ എന്നറിയാനുള്ള അവകാശവും രോഗിക്കുണ്ട്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങളും അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളും എന്തൊക്കെയാണെന്ന് രോഗി അറിയണം. ഒരു ചികിത്സയും എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി അറിയുമ്പോഴേ രോഗിക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ ഡോക്ടർക്ക് ചില ചോദ്യങ്ങൾ രോഗിയോട് ചോദിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും ഇനി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രോഗിക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം ഡോക്ടറാണ് രോഗിയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്ന ഡോക്ടറോട് ഭവ്യമായി ചോദിക്കുക എന്നതാണ്. ശാസ്ത്രജ്ഞാനമുള്ള ഡോക്ടർ അപ്പോൾ പറയുന്ന അഭിപ്രായം ഉറപ്പായിട്ടും ഒരു ഉറപ്പുള്ള വഴികാട്ടിയായിരിക്കും. ഈ സംഭാഷണം കഴിഞ്ഞ ശേഷം മാത്രമേ സമ്മതപത്രം എഴുതി തയ്യാറാക്കപ്പെടാനും അതിലൊപ്പിടാനും പാടുള്ളൂ എന്നതാണ് ധാർമ്മികത. സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുത്തിലുമുള്ളതെന്ന് വായിച്ചു നോക്കുകയോ ഉറ്റവരെ കൊണ്ട് വായിപ്പിച്ചു കേൾക്കുകയോ ചെയ്ത ശേഷമേ ഒപ്പിടാൻ പാടുള്ളൂ. ഒപ്പിടുന്നതിന് മുമ്പ് പ്രസ്തുത സമ്മതപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗിയുടെ പേരും വയസ്സും ഒപ്പം അന്നത്തെ തീയതിയും സമയവും ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക. അവകാശങ്ങളിൽ 6-ാമത്തേതായി ശസ്ത്രക്രിയ ആർക്കൊക്കെ നേരിട്ട് സമ്മതം നൽകാൻ കഴിയും എന്ന് നോക്കാം. ഒപ്പം സമ്മതം നൽകാൻ കഴിവില്ലാത്തവരുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്നും നോക്കാം. 18 അതിനു മുകളിൽ വയസ്സുള്ള ആർക്കുമോ സ്വമേധയാ സമ്മതം നൽകാം. 18 വയസ്സിന് താഴെയുള്ളവർക്കും അബോധാവസ്ഥയിലുള്ളവർക്കും കടുത്ത മാനസിക വിഭ്രാന്തിയുള്ളവർക്കും നേരിട്ട് സമ്മതം നൽകാൻ കഴിയില്ല. എന്നാൽ 12-നും 18-നും മധ്യേയുള്ളവരോട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മുൻ പറഞ്ഞ 3 കൂട്ടർക്കും അവരുടെ ഏറ്റവും ഉറ്റ ബന്ധുക്കളുടെ സമ്മതം ആവശ്യമാണ്. ബന്ധുക്കളില്ലെങ്കിൽ നിയമപരമായ ഉടയവരുടെ സമ്മതമാണ് വേണ്ടത്. ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകാൻ പ്രജ്ഞയുള്ള ഒരു മുതിർന്ന ആളിൻ്റെ സമ്മതപത്രം ഉറ്റവർ മാത്രം ഒപ്പിടുന്ന ഒരു രീതിയും നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് 90 വയസ്സുള്ള ഒരാളുടെ കാല് മുറിക്കേണ്ടി വന്നാൽ അത് ഞങ്ങൾ മക്കൾ ഒപ്പിട്ട് തരും, ഡോക്ടർ ചെയ്താൽ മതി എന്ന തരത്തിൽ ഉറ്റവർ പറഞ്ഞാൽ രോഗി പറയുന്നത് അനുസരിക്കുക മാത്രമേ ഡോക്ടർക്ക് വഴിയുള്ളൂ. ജീവനോ കൈകാലുകളോ അടിയന്തരമായി രക്ഷിക്കാൻ ശസ്ത്രക്രിയ വേണമെന്നിരിക്കെ ആ സമയത്ത് സമ്മതം നൽകാൻ ആരുമില്ലെങ്കിൽ അത്തരം സമ്മതമില്ലാതെ ആ ശസ്ത്രക്രിയ ചെയ്യാൻ ഒരു ഡോക്ടർക്ക് എല്ലാ നിയമപരിരക്ഷയുമുണ്ട് എന്നതുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. മയക്കം നൽകി ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കെ അവിചാരിതമായി നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യതിചലിക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെ ചെയ്യാൻ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധന് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഉദാഹരണത്തിന് സീസേറിയൻ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞ ഉടൻ അമ്മയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് അമിതവും ശക്തവും നിയന്ത്രണാതീതവുമായ രക്തപ്രവാഹം ഉണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ ഗർഭപാത്രം ഉടനടി നീക്കം ചെയ്യാൻ പ്രത്യേക സമ്മതം ആവശ്യമില്ല. അവകാശങ്ങളിൽ അവസാനമായി ഒരു രോഗിക്ക് തൻ്റെ രോഗവിവരങ്ങൾ ഏറ്റവും ഉറ്റവരോട് പോലും വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലെങ്കിൽ അത് അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണ് എന്ന അവകാശമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന അസുഖമാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ രോഗി ആവശ്യപ്പെട്ടാൽ പോലും അത് രഹസ്യമാക്കി വയ്ക്കാൻ ഡോക്ടർക്ക് അവകാശമില്ല. ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ്. Shaka